ചേസ് പൊട്ടി കട്ടപ്പുറത്ത് കിടക്കുന്നത് എത്ര KSRTC സ്വിഫ്റ്റ് ബസ്സുകളാണെന്ന് നിങ്ങൾക്കറിയാമോ? 7 എണ്ണം. കോടികൾ മുടക്കി വാങ്ങിയ വണ്ടികൾ നന്നാക്കാനാകാതെ വന്നതോടെ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. വണ്ടികൾ നന്നാക്കാൻ വാഹന കമ്പനികളോട് ആവശ്യപ്പെട്ടെങ്കിലും തുടർ നടപടികൾ നിലച്ച അവസ്ഥയിലാണ്. 4 വർഷം മാത്രം പഴക്കമുള്ള KSRTC സ്വിഫ്റ്റ് ബസ്സാണ് നട്ടെല്ല് തകർന്ന് കിടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മാനന്തവാടിയിലേക്കും അവിടെ നിന്ന് തിരിച്ചും സർവീസ് നടത്തിയിരുന്ന സ്വിഫ്റ്റിന്റെ KS 86 സീരീസ് സൂപ്പർ ഡീലക്സ് എയർ ബസ്സാണിത്. ചേസ് പൊട്ടിയിട്ടും പുറത്തറിയിക്കാതെ കുറേ നാൾ മുമ്പ് വരെ ബസ് സർവീസിന് അയച്ചു. പ്രശ്നം ഗുരുതരമായതോടെയാണ് ഒതുക്കിയത്. സാധാരണയായി വലിയൊരു മേജർ ആക്സിഡന്റ് നടന്നാൽ പോലും ചേസിസ് പൊട്ടാറില്ല. KSRTCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പുതിയ ബസ്സുകളുടെ ചേസിസ് പൊട്ടുന്നത്. ആദ്യത്തെ ഒരു ചേസിസ് പൊട്ടിയപ്പോൾ തന്നെ ഞങ്ങളിത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മന്ത്രി പറഞ്ഞത് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും, കൊടുക്കാനുള്ള പൈസ കൊടുക്കില്ല എന്നെല്ലാം പറഞ്ഞെങ്കിലും മുഴുവൻ പൈസയും കൊടുത്തു, ഒരു നടപടിയുമില്ല. ബസ് വാങ്ങിയതിൽ ക്രമക്കേട് ആരോപിച്ച് TDF യൂണിയൻ വിജിലൻസിന് പരാതി നൽകിയെങ്കിലും അന്വേഷണവും നടന്നില്ല. ആന്റണി രാജു ഗതാഗത മന്ത്രിയും ബിജു പ്രഭാകർ CMDയുമായിരുന്ന കാലത്താണ് ബസ്സെല്ലാം വാങ്ങിയത്. വണ്ടി നന്നാക്കാതെ വാഹന കമ്പനികൾക്ക് പണം നൽകരുതെന്ന തൊഴിലാളി സംഘടനകളുടെ ആവശ്യവും മാനേജ്മെന്റ് അവഗണിച്ചെന്നാണ് ആക്ഷേപം. KSRTCയെ നന്നാക്കുമെന്നാണ് പ്രകടന പത്രികയിൽ LDFന്റെയും UDFന്റെയും അവകാശവാദം. അതുകൊണ്ട് തന്നെ അടുത്ത സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഗൗരവതരമായി ഈ വിഷയം പരിശോധിക്കണം. അഴിമതി ഉണ്ട് എങ്കിൽ കണ്ടെത്തുക തന്നെ വേണം. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നമ്മളെ കക്ഷി കൂടെയുണ്ട് AK സ്റ്റെഫിൻ. വിശദമായി സ്റ്റെഫിനോട് തന്നെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് അറിയാം അല്ലേ? സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ കാണാറുണ്ട്. ഇത്തരത്തിൽ മൾട്ടി ആക്സിൽ ബസ്സുകളൊക്കെ വളരെ ഗംഭീരമായി കൊണ്ടു നടക്കുന്ന ദീർഘദൂര സർവീസ് നടത്തുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. വളരെ ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. KSRTCക്ക് മാത്രം എന്തുകൊണ്ടാണ് ഈ സ്വിഫ്റ്റ് ബസ്സുകൾക്കൊക്കെ ഈ അവസ്ഥ വന്നു പോയത് എന്ന് സ്വാഭാവികമായും സാധാരണക്കാരനൊരു സംശയം ഉണ്ടാവില്ലേ? നമുക്ക് മാത്രം എന്തിടെ ഈ മൂന്നാം കിട ബസ്സുകളാണോ തരുന്നത്? അതുകൊണ്ടാണോ ഇതിൻ്റെ ചേസൊക്കെ ഇങ്ങനെ ഇന്ന് വാങ്ങി നാളെ കളിപ്പാട്ടം പോലെ പൊട്ടിപ്പോകുന്നത് എന്ന ചോദ്യം വരില്ലേ മനസ്സിൽ? എന്തായിരിക്കും കാരണം സ്റ്റെഫിൻ? മോത്തി, തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംശയങ്ങൾ തൊഴിലാളി സംഘടനകൾ തന്നെ മാനേജ്മെന്റിനോട് ചോദിച്ചതാണ്. പക്ഷെ അതിനൊന്നും കൃത്യമായ മറുപടിയോ അന്വേഷണമോ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കകാലത്ത് ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരിക്കുമ്പോൾ ബിജു പ്രഭാകർ CMD ആയിരിക്കുമ്പോഴാണ് ഈ സ്വിഫ്റ്റ് രൂപീകരണം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് സ്വിഫ്റ്റ് ബസ്സുകൾ, ഈ കാണിച്ച ബസ്സുകൾ ഉൾപ്പെടെ വാങ്ങുന്നത്. ഒരു വർഷത്തിനകം തന്നെ ചേസിസ് തകർന്നത് 2 ബസ്സിൻ്റേതാണ്. പിന്നീട് അത് വെൽഡ് ചെയ്ത് മറ്റുമൊക്കെ ഓടി. ചേസ് തകരുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ മാത്രമേ നേരെ നിൽക്കാൻ പറ്റൂ. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു വാഹനത്തിൻ്റെ ചേസിൻ്റെ സ്ഥിതിയും. ആ ചേസസ് തകർന്നു പോയി കഴിഞ്ഞാൽ ആ വാഹനത്തിന് പിന്നെ നിലനിൽപ്പില്ല. അങ്ങനെ ഓടിച്ച വാഹനം പിന്നീടും തകരാറിലാവുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാകുന്നതനുസരിച്ച് 1-2 വാഹനങ്ങൾ അത്തരത്തിൽ വെൽഡിംഗ് ഒക്കെ ചെയ്ത് അറ്റകുറ്റപ്പണിയൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആന്റണി രാജുവിൻ്റെ കാലത്ത് വാങ്ങിയ ബസ്സുകൾക്കാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ അന്നേ TDF ഒക്കെ ഈ പരാതി ഉന്നയിച്ചതാണ്. രണ്ടാമത് ഗതാഗത മന്ത്രിയായി വന്ന KB ഗണേഷ് കുമാറിനോട് ഈ വിഷയമൊക്കെ പറഞ്ഞപ്പോൾ ഈ കമ്പനിയുമായി നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവർക്ക് ബാക്കി നൽകാനുള്ള പണം നൽകില്ല, അല്ലെങ്കിൽ അതിലൊരു ഇടപെടലൊക്കെ ഉണ്ടാകുമെന്നൊക്കെ മന്ത്രി KB ഗണേഷ് കുമാറും പറഞ്ഞിരുന്നു. അതും പൂർണ്ണമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. കമ്പനിയുമായി എന്തെങ്കിലും തരത്തിലുള്ളൊരു ആശയവിനിമയം ഇതുമായി നടന്നതായി ഇപ്പോൾ ഏതായാലും സൂചനയില്ല. ഇപ്പോൾ ഏതാണ്ട് 5 വണ്ടികൾ ഈ തിരുവനന്തപുരത്ത് പാപ്പനംകോട് സെൻട്രൽ വർക്സിൽ മാത്രം കിടപ്പുണ്ട്. അതായത് 3-4 വർഷം മാത്രമേ അത് സർവീസ് നടത്തിയിട്ടുള്ളൂ. അതിങ്ങനെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. അത് നന്നാക്കുന്നതിന് നടപടിയില്ല. ഒപ്പം തന്നെ ആ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ ആ കമ്പനിയിൽ തന്നെ പറഞ്ഞ് വാങ്ങണമെന്നുള്ളതായിരുന്നു തൊഴിലാളി സംഘടനകളൊക്കെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നത്. അതിലൊന്നും തന്നെ ഇപ്പോഴും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഈ സീരീസിൽ വാങ്ങിയ ഒട്ടുമിക്ക വാഹനങ്ങളും ഇങ്ങനെ കാലാവധി തികയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് നാളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് പൊടുന്നതിനെ ഈ ചേസസ് പൊട്ടിയതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. ആ പർച്ചേസിലൊക്കെ തന്നെ അഴിമതിയുണ്ട് എന്നുള്ളതാണ് തൊഴിലാളി സംഘടനകൾ, TDF ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം തന്നെ ആരോപിക്കുന്നത്. വിശദമായ വിജിലൻസ് അന്വേഷണം വേണം. അഴിമതിയുണ്ട്, അത് ഈ പണത്തിന്റെ കാര്യത്തിലൊക്കെ ചില അഴിമതികൾ നടന്നിട്ടുണ്ടാവാം. പക്ഷേ ഈ കമ്പനികളുടെ ചേസുകൾ നിർമ്മിക്കുന്നത് KSRTCക്ക് വേണ്ടി മാത്രം ഒന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റൊന്ന്, അങ്ങനെ ആയിരിക്കുമോ? ഒരേ പ്ലാന്റിൽ ഒരേ സംവിധാനത്തിൽ ഉണ്ടാക്കുന്ന ചേസുകളായിരിക്കില്ലേ? അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുക? ഏതായാലും അത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം ഇനി ആവശ്യമാണ്. വിജിലൻസ് അന്വേഷണത്തിന് തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇതുവരെയും നല്ല രീതിയിൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യവും സംശയമാണ്. ഇനി വിശദമായി ഏതായാലും അക്കാര്യത്തിലെല്ലാം ഒരു ഇടപെടൽ വേണമെന്നുള്ളതാണ് അവർ ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ ചേസസ് തകർന്നിപ്പോൾ ഈ വണ്ടികൾ ഇങ്ങനെ ഒതുക്കിയതിനാൽ KSRTCയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. കാരണം ഈ വാഹനങ്ങൾ ഏതാണ്ട് 3-3.5 വർഷം മാത്രമേ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിന്റെ മുടക്കുമുതലെങ്കിലും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യവും നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്നാണ് ഇതൊക്കെ വാങ്ങുന്നത്.
അതുകൊണ്ട് അത് പൊതുജനങ്ങളുടെ നഷ്ടം എന്ന് വേണം അതിനെ കണക്കാക്കാൻ. അത് കണക്കാക്കാൻ ഇവർക്കൊന്നും കഴിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പരാജയവും, അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം 3 വർഷം മാത്രമേ ഈ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എത്ര വരുമാനം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കണക്കെടുപ്പൊക്കെ ആവശ്യമാണ്. ഏതായാലും അത് മാത്രമല്ല, ആ ഒരു മുടക്കുമുതൽ മാത്രം തിരിച്ചു പിടിക്കുക എന്നുള്ളതല്ല ഒരു ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം. കാരണം ഒരു ബസ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 15 വർഷം അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണം. ഇപ്പോൾ ഏതാണ്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ ഈ എയർ ബസ് അടക്കം എല്ലാം ഒതുക്കിയിട്ട നിലയിലാണ്. അത് ഇനി നന്നാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലും ചേസിസ് തകർന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ വെൽഡിങ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാലും അത് യാത്രക്കാരുടെ സുരക്ഷയെ, ഒപ്പം തന്നെ നാട്ടുകാരുടെ സുരക്ഷയെ, മറ്റ് വാഹന യാത്രക്കാരുടെ സുരക്ഷയെ എല്ലാം ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം അതിനുദാഹരണമാണ് ഒരു തവണ ചേസസ് തകർന്ന വണ്ടി പിന്നീട് വെൽഡ് ചെയ്ത് അറ്റകുറ്റപ്പണി നടത്തി പിന്നീട് മുമ്പോട്ട് പോയപ്പോൾ അതേ കംപ്ലയിൻറ്റ് തന്നെ വീണ്ടും വന്നൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിലെല്ലാം അടിയന്തരമായി ഇടപെടൽ ഇനിയെങ്കിലും KSRTCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. തീർച്ചയായിട്ടും.